പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മതാധ്യാപകരെ, മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നല്ലൊരു ദിവസം നേരുകയാണ്. ഈശോ ഒരുപാട് അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലും. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രത്യേകിച്ച് ഇന്ന് സഭയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. യേശുവും ക്രിസ്തുവും രാജാവുമായിട്ടൊക്കെ ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കേണ്ടവരാണ് നമ്മൾ ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഭയുടെ പ്രഘോഷകരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ മനസ്സിനെ കുറച്ച് പ്രാർത്ഥനകൾ ഇപ്പോൾ ഈ സമയത്തുണ്ടാവില്ലേ, ആ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ പിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മനസ്സുകൾ ഒന്നായി ഒരുമിപ്പിക്കുന്ന പിതാവായ ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നവയെ സ്നേഹിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്തവ ആഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ജനത്തിന് നൽകണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾക്ക് മധ്യേ എവിടെയാണോ യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയം ഉറപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഇസ്സയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കൊട്ടാര വിചാരിപ്പുകാരനായ സോപാനയോട് ഇപ്രകാരം അരുൾ ചെയ്തു: നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നിന്നെ ഞാൻ മാറ്റും, നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ നീക്കിക്കളയും. അക്കാലത്ത് എൽക്കിയാസിൻ്റെ മകനും എൻ്റെ ദാസനുമായ ഏലിയാക്കിമിനെ ഞാൻ വിളിക്കും. അവനെ ഞാൻ നിന്റെ വസ്ത്രം ധരിപ്പിക്കും. നിന്റെ അരവാറ് കൊണ്ട് അവൻ്റെ അര ഞാൻ കെട്ടും. നിന്റെ അധികാരം അവനെ ഞാൻ ഏൽപ്പിക്കും. അവൻ ജെറുസലേം നിവാസികൾക്കും യൂദയായുടെ ഗോത്രത്തിനും ഒരു പിതാവിനെ പോലെ ആയിരിക്കും. ദാവീദിൻ്റെ ഗോത്രത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വയ്ക്കും.
അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരു കുറ്റി പോലെ അവനെ ഞാൻ തറയ്ക്കും. തൻ്റെ പിതൃഗോത്രത്തിന് അവൻ മഹത്വമേറിയ ഒരു സിംഹാസനമായിരിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം നിത്യമാണല്ലോ, അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം നിത്യമാണല്ലോ, അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ പ്രകീർത്തിക്കും. എന്തെന്നാൽ എൻ്റെ വചനങ്ങൾ അങ്ങ് ചെവികൊണ്ട് മാലാഖമാരുടെ സന്നിധിയിൽ ഞാൻ അങ്ങയുടെ സ്തുതി പാടും. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ ഞാൻ നമിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം നിത്യമാണല്ലോ, അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ. നല്ലവനും വിശ്വസ്തനുമായ കർത്താവേ, അങ്ങയുടെ നാമം ഞാൻ പ്രകീർത്തിക്കും. എന്തെന്നാൽ അങ്ങ് നല്ലവനും വിശ്വസ്തനുമാണ്. അങ്ങയുടെ നാമവും വാഗ്ദാനവും അങ്ങ് സകലത്തിനുമുപരിയാക്കി. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങെന്നെ ശ്രവിച്ചു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം നിത്യമാണല്ലോ, അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ. കർത്താവ് ഉന്നതനെങ്കിലും എളിയവനെ കടാക്ഷിക്കുന്നു, അഹങ്കാരിയെ വിദൂരതയിൽ നിന്ന് തന്നെ അറിയുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം നിത്യമാണല്ലോ, അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം നിത്യമാണല്ലോ, അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. പ്രിയ സഹോദരരെ, ദൈവത്തിൻ്റെ വിജ്ഞാനവും വിവേകവും എത്ര അഗാധമാണ്! അവിടുത്തെ വിധികൾ എത്ര അഗ്രാഹ്യം! അവിടുത്തെ മാർഗം കണ്ടുപിടിക്കുക എത്ര ദുഷ്കരം! കർത്താവിൻ്റെ ഹിതം അറിഞ്ഞവരാരുണ്ട്? ആരാണ് അവിടത്തേക്ക് ഉപദേഷ്ടാവായിട്ടുള്ളത്? പ്രതിഫലം വാങ്ങാനായി ആരാണ് അവിടത്തേക്ക് എന്തെങ്കിലും നൽകിയിട്ടുള്ളത്? എന്തെന്നാൽ സമസ്തവും അവിടുത്തെ പക്കൽ നിന്നും അവിടുന്ന് വഴിയും അവിടത്തേക്കുള്ളതുമാണ്. അവിടത്തേക്ക് എന്നേക്കും സ്തുതി. ആമേൻ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന് ജീവൻ്റെ പ്രകാശം ലഭിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനം നമ്മെ പഠിപ്പിക്കട്ടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മതാധ്യാപകരെ, പ്രിയ കുഞ്ഞ് കൂട്ടുകാരെ,
ഒരുപാട് സന്തോഷമുണ്ട്. കുട്ടികളെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയായ ഉത്തരങ്ങൾ പറയുന്നവരുടെ എണ്ണം ഇങ്ങനെ ഓരോ ആഴ്ചയും ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വചനഭാഗത്തിൻ്റെ സ്കിറ്റുകൾ വരെ കുടുംബമായിട്ട് അഭിനയിച്ച് അവർ അയച്ചു തരുവാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ കുടുംബം എന്തുമാത്രം ആക്റ്റീവായി, മാതാപിതാക്കൾ എന്തുമാത്രം കുട്ടികളുടെ മതബോധനത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന് മനസ്സിലാകുന്നുണ്ട്. അതിനെല്ലാം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സിനെ, സിസ്റ്റേഴ്സിനെ എല്ലാം അഭിനന്ദിക്കുന്നു. കാരണം ഇതുമാത്രം ശ്രദ്ധയാണ് അവർ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ. നിങ്ങളുടെ പേരുകൾ, കുട്ടികളെ പേടിക്കേണ്ട, നിങ്ങളുടെ പേരുകൾ എന്തായാലും വിളിച്ചു പറയും. ശ്രദ്ധയോടുകൂടി ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വചന വിചിന്തനത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്നത്തെ വചനഭാഗം നമ്മൾ വായിച്ചു കേട്ടു. ഏതായിരുന്നു ആ വചനഭാഗം? കുട്ടികൾ മനസ്സിലേക്ക് ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിന് ബൈബിളിൽ, പ്രത്യേകിച്ച് POC ബൈബിളിൽ അതിൻ്റെ തലക്കെട്ടായിട്ട് കാണുന്ന വചനം ഇങ്ങനെയാണ്, ഹെഡിങ് ആയിട്ട് കാണുന്നത് ഇങ്ങനെയാണ്: പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമെന്ന്. എന്തെന്നാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം? ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ഈ വചനഭാഗം മറ്റ് സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് കണക്ക് തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യത്തിലും, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ സുവിശേഷങ്ങളിലാണ് ഈ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് വിവരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിലും ഈ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ വിശ്വാസ പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ പത്രോസ് യേശുവിനെ ഏറ്റുപറയുന്നുണ്ട്. നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയുന്നു. അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? പത്രോസിനെ യേശുവും ഏറ്റുപറയുന്നു. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് യേശുവും ഏറ്റുപറയുകയാണ്. അപ്പോൾ പത്രോസ് യേശുവിനെ ഏറ്റുപറയുന്നു, യേശു പത്രോസിനെയും ഏറ്റുപറയുന്നു. ഏത് സുവിശേഷത്തിൽ? മത്തായിയുടെ സുവിശേഷത്തിൽ. ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മത്തായി എപ്പോഴും ശിഷ്യന്മാരുടെ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ പത്രോസിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എടുത്തു പറയുന്ന ഒരാളാണ് മത്തായി സുവിശേഷകൻ. ഓക്കെ, നമ്മൾക്ക് വചനഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പത്രോസാണ് ഏറ്റുപറയുന്നത്. പത്രോസ് ശിഷ്യന്മാരുടെ എല്ലാം വക്താവും പ്രതിനിധിയുമായിട്ടാണ് ഈ വിശ്വാസ സത്യം ഏറ്റുപറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ മത്തായി സുവിശേഷകൻ പത്രോസിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ശിഷ്യഗണത്തിൽ പത്രോസ് പ്രധാനിയാണെന്ന് വിവരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിലും, 22-ാം അധ്യായം 23-ാം വാക്യത്തിലും, 22-ാം അധ്യായം 13-ാം വാക്യത്തിലുമെല്ലാം ഈ ശിഷ്യഗണത്തിൽ ഈ പത്രോസിൻ്റെ പ്രാധാന്യം മത്തായി സുവിശേഷകൻ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ പത്രോസ് ആരാണ് പ്രഖ്യാപിച്ചത്? യേശു സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പത്രോസിൻ്റെ ഇമ്പോർട്ടൻസ് മത്തായി എടുത്തു പറയുന്നതായിട്ട് ഈ സുവിശേഷത്തിൽ നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി നമ്മൾ ഈ എവിടെ വെച്ചാണ് യേശു ഈ കാര്യങ്ങൾ ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദ്യം ചോദിച്ചത്? ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ വെച്ച് യേശു ചോദിക്കുവാനായിട്ടുള്ള കാരണമെന്ന് വചനഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു എവിടെ വെച്ചാണ് താൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ഈ ചോദ്യം ഉരുവിട്ടത്? എവിടെ വെച്ചാണ്? കേസറിയ ഫിലിപ്പിയിൽ വെച്ച്. എവിടെ വെച്ച്? കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ്
യേശു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ നാടിന് എന്താണ് പ്രത്യേകത? കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് ഒരു വിജാതീയ നഗരമായിരുന്നു. എന്ത് നഗരമായിരുന്നു? വിജാതീയരുടെ നഗരമായിരുന്നു. ഈ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശം ഫിലിപ്പ്, ടെട്രിയാർക്കായിരുന്ന ഫിലിപ്പ് എംപറർ അഗസ്റ്റസിൻ്റെ പേരിൽ റെനോവേറ്റ് ചെയ്ത, നവീകരിച്ച ഒരു നഗരമായിരുന്നു ഇത്. എംപററായിരുന്ന, ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസിൻ്റെ പേരിൽ ഫിലിപ്പ് റിനിവേറ്റ് ചെയ്ത, നവീകരിച്ച ഒരു നഗരമായിരുന്നു ഈ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശം. ഇത് എന്നാൽ പിന്നീട് ഇതറിയപ്പെട്ടിരുന്നത് കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത്. ഏത് രാജാവാണ്, ഈ ടെട്രിയാർക്കാണ് ഈ നഗരം നവീകരിച്ചത്? ഫിലിപ്പ്. ആരുടെ പേരിലായിരുന്നു? എംപറർ അഗസ്റ്റസിൻ്റെ പേരിൽ. പക്ഷേ പിന്നീട് ഈ നാട് എന്തെന്നറിയപ്പെട്ടിരുന്നു? കേസറിയ ഫിലിപ്പി. ഈ കേസറിയ ഫിലിപ്പി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗലീലി തടാകത്തിന് 20 മൈൽ വടക്ക് മാറിയാണ് ഈ കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഈ നാട് നേരത്തെ ഇത് എന്തെന്ന് അറിയപ്പെട്ടിരുന്നു? പാനിയാസ് എന്ന് പറയുന്ന നഗരമാണ് പിന്നീട് കേസറിയ ഫിലിപ്പി ആയി മാറിയത്. പാനിയാസ് എന്ന് ഈ സ്ഥലത്തിന് പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഗോഡ് ഓഫ് പാനെ വർഷിപ്പ് ചെയ്തിരുന്ന, ആരാധിച്ചിരുന്ന സ്ഥലമാണ്. ആരാണ് ഗോഡ് ഓഫ് പാൻ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ നേച്ചർ ഗോഡ്. പ്രകൃതി ദൈവത്തെ ആരാധിച്ചിരുന്ന ജനസമൂഹം പാർത്തിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു പാനിയാസ് എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലമാണ് കേസറിയ ഫിലിപ്പി ആയിട്ട് മാറിയത്. കേസറിയ ഫിലിപ്പി ആയിട്ട് മാറുവാനായിട്ട് ഉള്ള കാരണം, അല്ലെങ്കിൽ ഈ കേസറിയയുടെ കൂടെ ഫിലിപ്പി എന്ന പേര് വരുവാനായിട്ടുള്ള കാരണം, തുറമുഖ നഗരമായിട്ട് ഒരു കേസറിയയുണ്ട്, വേറൊരു കേസറിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ കേസറിയയെ ഈ സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമാക്കുവാനായിട്ടാണ് കേസറിയ ഫിലിപ്പി എന്ന പേര് ഇതിനെ ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അച്ഛൻ നേരത്തെ പറഞ്ഞു. ഇവിടെ പല ദൈവങ്ങളെ, വിജാതീയരായിട്ടുള്ള ജനം പാർത്തിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു നാടായിരുന്നു, ഒരു നഗരമായിരുന്നു ഏത്? കേസറിയ ഫിലിപ്പി. ഈ കേസറിയ ഫിലിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബാൽദേവനെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ബാൽദേവൻ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ സിറിയൻ ബാൽ ഗോഡാണ്, ബാൽ ദൈവമാണ്. ഇത് ഏൻഷ്യൻ സിറിയൻ ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് അവർ ആരാധിച്ചിരുന്ന ഒരു ദേവനാണ് ബാൽദേവൻ. ഈ ബാൽദേവൻ്റെ പേരിൽ ഒരുപാട് 40-ലേറെ ക്ഷേത്രങ്ങൾ ആ സ്ഥലത്ത് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ബാൽദേവൻ്റെ പേരിൽ 40-ലേറെ ക്ഷേത്രങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ദൈവങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങളുമുള്ള ഒരു സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ സീസറിനെയും ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സീസർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ആരാധിച്ചിരുന്നു, ഒരു രാജാവിനെ. സീസറിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു സ്വഭാവം ആ നാട്ടിലുണ്ടായിരുന്നു. വൈറ്റ് മാർബിളിൽ തീർത്ത ഒരു ക്ഷേത്രം തന്നെ ആരുടെ പേരിലുണ്ടായിരുന്നു? സീസറിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. അത് ആരാണ് ആ പേര് കൊടുത്തതെന്ന്, അല്ലെങ്കിൽ ആ സ്ഥലത്തിനെ, ആ നാടിനെ, ആ ക്ഷേത്രത്തിനെ സീസറിൻ്റെ പേരിലാക്കി തീർത്തത് എന്ന് പറഞ്ഞ് ഹെറാൾഡ് ദ ഗ്രേറ്റ് ആണ് ഇതിന് സീസറിന് പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റിയത്. അപ്പോൾ ആ നാടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വിജാതീയരുടെ നഗരമായിരുന്നു. അവിടെ പല ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. ഏതൊക്കെ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു? പ്രകൃതി ദൈവത്തെ ആരാധിച്ചിരുന്നു, അതാണ് ഗോഡ് ഓഫ് പാൻ. അതുപോലെ തന്നെ മനുഷ്യ ദൈവത്തെ ആരാധിച്ചിരുന്നു. ആര്? സീസറിനെ ആരാധിച്ചിരുന്നു. പിന്നെ ബാൽദേവനെ ആരാധിച്ചിരുന്നു. ബാൽദേവൻ്റെ 40ഓളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എണ്ണി തീർക്കാനാവാത്ത ഒരുപാട് ദേവന്മാരെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ആര് ചോദിക്കുന്നത്?
യേശു ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന്. മനസ്സിലായോ കാര്യം? ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യ ദൈവങ്ങളുണ്ട്, ഒരുപാട് പ്രകൃതി ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആ നാട്ടിൽ വന്നിട്ട് അവരെ ഈ 12 പേരെ നിർത്തിക്കൊണ്ട് യേശു ചോദിക്കുകയാണ്, ഞാൻ ആരാണ്, ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്. ഈ ഒരു അവസ്ഥ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. സഭയുടെ പ്രഘോഷണമാണ് യേശു അവിടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രഘോഷണമാണ് യേശു അവിടെ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ശക്തിയിൽ, ഈ ലോകത്തിൻ്റെ ആധിപത്യത്തിൽ, ഈ ലോകം പിശാചിനെ പോലും ആരാധിക്കുന്ന, വിവിധങ്ങളായ ആൾദൈവങ്ങളെ ആരാധിക്കുന്ന, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന, ഒരുപാട് ദൈവന്മാരുടെ പുറകെ പോകുന്ന, ലാഭത്തിന് വേണ്ടി പുറകെ പോകുമ്പോൾ യേശു ഇതിൻ്റെ നടുവിൽ നിന്നെ നിർത്തിക്കൊണ്ട് ചോദിക്കും, ഞാൻ നിനക്ക് ആരാണ്, ഞാൻ ആരെന്നാണ് നിന്റെ ജനം പറയുന്നത്. നമ്മളോട് വ്യക്തിപരമായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ യേശുവിന് എന്തുത്തരം കൊടുക്കും? എന്തുത്തരം കൊടുക്കും? അതാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തോട് യേശു ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. അതിന് ഉത്തരമായിട്ട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശിഷ്യന്മാർ ഓരോരോ ഉത്തരങ്ങൾ പറയുവാനായിട്ട് തുടങ്ങി. അന്ന് അറിയപ്പെട്ടിരുന്ന കുറേ പ്രവാചകന്മാരുടെ പേരുകളാണ് അവർ പറഞ്ഞു തരുന്നത് എന്ന് നമുക്കറിയാം. യോഹന്നാൻ്റെ പേര് പറഞ്ഞു, അല്ലേ? ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പേര് പറഞ്ഞു. ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പേര് പറയുവാനായിട്ടുള്ള കാരണം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 2-ഉം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹെരോദ് അന്തിപ്പാസ് വിശ്വസിച്ചിരുന്നത് എന്താണെന്നറിയാമോ? കൊന്നുകളഞ്ഞ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ പുനർജീവിച്ചതാണ്, ഉയർത്തെഴുന്നേറ്റതാണ്. ആര്? യേശു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവകരോട് പറഞ്ഞെന്ന്. അതുകൊണ്ടാണ് അവനിൽ ഇത്രയുള്ള ശക്തി ഉള്ളത് എന്ന് അവൻ പറഞ്ഞു അത്രേ. അങ്ങനെ വിശ്വസിച്ചിരുന്ന കുറച്ച് പേരും ആ സമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഇവൻ യോഹന്നാനാണെന്ന് പറയുന്നു എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ചിലർ പറഞ്ഞു ഏലിയായാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഏലിയായാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നുണ്ട് എന്ന് ശിഷ്യന്മാരെ ഏറ്റുപറഞ്ഞത്? മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ ഇത് മനസ്സിലാകും. Behold, I will send you Elijah, the prophet, before the great and terrible day of Lord comes. അപ്പോൾ ദൈവത്തിൻ്റെ ആഗമനത്തിൻ്റെ ആ ഭയാനകമായിട്ടുള്ള ദിവസത്തിന് മുമ്പായിട്ട് ഞാൻ ആരെ അയക്കുമെന്നാണ് ദൈവം മലാക്കിയുടെ പുസ്തകത്തിലൂടെ നമ്മളോട് സംസാരിച്ചത്? എലൈജാനെ, പ്രവാചകനായ ഏലിയായെ അയക്കുമെന്ന് മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മിശിഹ വരുന്നതിന് മുമ്പ് ഏലിയ വരുമെന്ന് ആര് വിശ്വസിച്ചിരുന്നു? യഹൂദർ വിശ്വസിച്ചിരുന്നു. ഈ യഹൂദർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർ പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു ചെയർ ഒഴിച്ചിടും. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? ഏലിയായ്ക്ക് വേണ്ടിയിട്ട്. ഏലിയ വരും, അതുകൊണ്ട് മിശിഹായ്ക്ക് മുമ്പ് ഏലിയ വരും. അതുകൊണ്ട് പാസ് ഓവറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പെസഹ ആഘോഷിക്കുന്ന സമയത്ത് ഒരു ചെയർ ഏലിയായ്ക്ക് മാറ്റിയിട്ടിരുന്നു. കാരണം എന്താ? അവർ വിശ്വസിച്ചിരുന്നു മിശിഹായ്ക്ക് മുമ്പ് ഏലിയ വരുമെന്ന്. അപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റുപറഞ്ഞിരുന്നു ഏലിയായാണോ അവനെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് എന്ന് ശിഷ്യന്മാർ ഏറ്റുപറഞ്ഞു. അതുപോലെ തന്നെ ചിലർ പറഞ്ഞു ജെറമിയായാണെന്ന് പറഞ്ഞു എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ജെറമിയായാണെന്ന് പറഞ്ഞത്? കാരണം വിപ്രവാസത്തിലേക്ക് ജനം പോകുന്ന സമയത്ത്, എക്സൈലിലേക്ക് മനുഷ്യർ പോകുന്ന സമയത്ത് ഈ ജെറമിയ പ്രവാചകൻ പേടകവും അതുപോലെ തന്നെ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപാർപ്പിത അൾത്താരയും പീഠവും ബലിപീഠവും എടുത്തുകൊണ്ടുപോയി അദ്ദേഹം ഇവിടെ
നേബോ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചെന്നാണ് പറയുന്നത്. എവിടെയാണ്? എന്തൊക്കെയാണ്? ആർക്ക് ആൻഡ് ഓൾട്ടർ ഓഫ് ഇൻസെൻസ്. എന്തൊക്കെയാണ്? പേടകവും അതുപോലെ തന്നെ ധൂപാർപ്പിത ബലിപീഠവും ആരെടുത്തുകൊണ്ട് പോയി? ജെറമിയ എടുത്തുകൊണ്ട് പോയി. എവിടെ വെച്ചു എന്നാണ് പറയുന്നത്? നേബോ പർവ്വത നിരയിലെ ഒരു കേവിൽ, ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 2 മക്കാബയർ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് അതിന് റെഫറൻസ് ആയിട്ട് നൽകുന്നത്. ആ സമയത്ത് മിശിഹ വരുമ്പോൾ ജെറമിയ വന്നിട്ട് ഈ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ആർക്കും അതുപോലെ തന്നെ ബലിപീഠവും റീപ്രൊഡ്യൂസ് ചെയ്യും, മിശിഹായുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. ആ സമയത്ത് ജനത്തിന് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ജെറമിയായാണെന്ന് ജനം വിശ്വസിക്കുന്നുവെന്ന് ശിഷ്യന്മാർ പറയുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന എല്ലാവരുടെയും പേരുകൾ വിശ്വാസത്തിൻ്റെ, യഹൂദ ജനത്തിൻ്റെ വിശ്വാസപരമായിട്ട് അറിയപ്പെടുന്ന എല്ലാവരുടെയും, ജെറമിയായുടെയും ഏലിയായുടെയും അതുപോലെ തന്നെ യോഹന്നാൻ്റെയൊക്കെ പേരൊക്കെ ഇവർ പറഞ്ഞു. അപ്പോഴാണ് യേശു ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോഴാണ് പത്രോസ് ആ ഉത്തരം നൽകുന്നത്. എന്തെന്നാണ് ഉത്തരം നൽകിയത്? നീ ക്രിസ്തുവാണ്, സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. സുഏയ് ക്രിസ്തോസ് എന്നാണ് ഗ്രീക്കിൽ അതിനെ കുറിച്ച് പറയുന്നത്. ലോകാവസാനം വരെ സഭ പ്രഘോഷിക്കേണ്ട ഒരു പ്രഘോഷണമാണ്, സുവിശേഷമാണ്. അവിടെ ആദ്യ നിമിഷം, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യ നിമിഷമാണത്. സഭ പ്രഘോഷിക്കേണ്ട സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യ നിമിഷമാണ് പത്രോസ് നടത്തുന്നത് യേശുവിൻ്റെ മുമ്പിൽ. ആദ്യത്തെ പ്രഘോഷകൻ ആരായിരുന്നു? പത്രോസ് ആയിരുന്നു. പത്രോസ് പറയുകയാണ്, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇത്രയേറെ ദൈവങ്ങളും ഇത്രയേറെ മനുഷ്യദൈവങ്ങളും പ്രകൃതി ദൈവങ്ങളും ഉണ്ടെങ്കിലും നീയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ആര് പ്രഘോഷിക്കുന്നു? പത്രോസ് പ്രഘോഷിക്കുകയാണ് ആ സമയത്ത് നടക്കുന്നത്. അതായത് ആ സമയത്ത് അതിന് ഉത്തരമായിട്ട് പത്രോസിന് നൽകുന്ന ഒരു റിവാർഡ് എന്താണ്? ഒരു പേര് യേശു വിളിക്കുന്നുണ്ട്. ആ പേരെന്താണ്? ഭാഗ്യവാൻ, അല്ലെങ്കിൽ അനുഗ്രഹീതൻ, അല്ലെങ്കിൽ മക്കാരിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മക്കാരിയോസ്, ബ്ലസഡ് എന്നുള്ള വാക്കാണ് അവിടെ യേശു ഉപയോഗിക്കുന്നത്. ഈ മക്കാരിയോസ് എന്ന് പറയുന്ന, ബ്ലസഡ് എന്ന് പറയുന്ന പ്രയോഗം മത്തായിയുടെ സുവിശേഷത്തിൽ 12ാമത്തെ തവണയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് യേശു പറയുകയാണ്, മാംസരക്തങ്ങളല്ല, സജീവനായ എൻ്റെ പിതാവ് തന്നെയാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന്. സെമറ്റിക് വിശ്വാസം അനുസരിച്ച് ഈ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിലുള്ള ബലഹീനതകളാണ്. ഈ ബലഹീനതകളല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് ആര് പറയുന്നോടെ? യേശു പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിലാണ് ആര് പ്രഘോഷിക്കേണ്ടത്? ശിഷ്യൻ, ക്രിസ്തു ശിഷ്യരായ നമ്മൾ പ്രഘോഷിക്കേണ്ടത്. മാംസരക്തങ്ങളുടെ ബലഹീനതകളല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്, പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നമ്മളെയൊക്കെ നയിക്കേണ്ടതെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നത്. സഭയ്ക്കെതിരെ വരുന്ന ഒരു ശക്തിയും പ്രബലപ്പെടുകയില്ല എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. സഭയുടെ ചരിത്രം, 8ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ സഭാ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. സഭയുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയേ. എന്തുമാത്രം ശക്തികളാണ്, രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ പാഷണ്ഡതകളാണ്, വ്യക്തികളാണ്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളാണ് ഈ സഭയെ തകർക്കുവാനായിട്ട് നോക്കിയത്. അവരെല്ലാം കല്ലുമേൽ തട്ടിയാൽ എന്തു പറ്റും? കാല് ക്ഷതമേൽക്കും. അങ്ങനെ ക്ഷതമേറ്റവരാണ് സഭയ്ക്കെതിരെ വന്നവരെല്ലാം. ഒന്നും പ്രബലപ്പെടുകയില്ല എന്നത് യേശു നൽകിയ ഉറപ്പാണ്. യേശുവിൻ്റെ ഉറപ്പ്
എന്നും നിലനിൽക്കുന്ന ഉറപ്പാണ്. അപ്പോൾ സഭയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്, സഭയെ തകർക്കുവാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറേ പേര് ഗൂഢോത്രം ചെയ്ത് സഭയെയും സഭാമക്കളെയും തകർക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. അവരെല്ലാം ശക്തരാണ്, ആയുധം കൊണ്ട് അവർ, പണം കൊണ്ട് അവർ സഭയെ തകർക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവരെല്ലാം ഒന്നെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേദനിച്ച് തിരികെ പോകുന്ന അനുഭവമാണ് സഭയുടെ ചരിത്രത്തിലുള്ളത്. കാരണം യേശു നൽകിയ ഉറപ്പാണ് സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്നത്. അവിടെ പ്രയോഗിക്കുന്ന വേറൊരു പദമാണ് താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു. അത് ഒന്നാമത്തെ വായനയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഒന്നാമത്തെ വായനയിൽ ആശയങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച് കാണും നിങ്ങൾ. താക്കോലെടുത്ത് ആർക്ക് കൊടുക്കുന്നു? ഏലിയാക്കിമിന് കൊടുക്കുന്നു. ആർക്ക് ശേഷമാണ് ഏലിയാക്കിമിന് കൊടുത്തതെന്ന് മുൻപിലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. ഷെബ്നായിക്കിന് ശേഷമാണ് ഏലിയാക്കിമിന് ദാവീദിൻ്റെ കൊട്ടാരത്തിൻ്റെ താക്കോലുകൾ നൽകപ്പെടുന്നത് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ഈ താക്കോലുകളെ കുറിച്ചാകാം. ഈ താക്കോലുകൾ സഭയുടെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. സഭയുടെ അധികാരം, പത്രോസിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ താക്കോലുകളെ കുറിച്ചുള്ള പ്രയോഗം എന്നാണ് പറയുന്നത്. ഈ കെട്ടുക അല്ലെങ്കിൽ അഴിക്കുക എന്ന് പറയുന്നത് അന്ന് റബോനിക് പാരമ്പര്യത്തിൽ അത് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. സഭയ്ക്കെതിരായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും സഭയെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പാഷാണ്ഡതകൾ പോലുള്ള കാര്യങ്ങളെ പകച്ചുവിടുന്ന ആളുകളെ മാനസാന്തരം ലക്ഷ്യമാക്കി അവരെ മാറ്റി നിർത്തുവാനായിട്ടുള്ള സഭയുടെ അധികാരത്തെ കെട്ടുക എന്നും, അതുപോലെ തന്നെ മാനസാന്തരപ്പെട്ട് തിരികെ വരുന്ന മനുഷ്യരെ, പാഷാണ്ഡതയിലേക്ക് അകപ്പെട്ടുപോയവരാകാം, സഭയ്ക്കെതിരെ പ്രവർത്തിച്ചതും പറഞ്ഞതും ആയിട്ടുള്ള വ്യക്തികളാകാം, അവരെയെല്ലാം ചേർക്കാനായിട്ടുള്ള സഭയുടെ അധികാരത്തെ അഴിക്കുക എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാപങ്ങൾ മോചിക്കാനായിട്ടുള്ള അധികാരത്തെയും, പാപമോചനത്തിൻ്റെ സഭയുടെ വലിയ അധികാരത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രഘോഷിക്കുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ പ്രഘോഷണവരം പലർക്കും ലഭിക്കാം. യേശുവിനെ കുറിച്ച് പലരും പ്രഘോഷിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ പാപമോചന അധികാരം യേശു നൽകിയത് അപ്പോസ്തലിക പാരമ്പര്യമുള്ള സഭയിലെയാണ്. പത്രോസിനാണ് ഇത് നൽകിയത്, അപ്പോസ്തലിക അധികാരം നൽകിയത്. അപ്പോൾ ഈ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട് മാതാപിതാക്കളെ നമുക്ക് ശ്രമിക്കാം, പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രമിക്കാം. ഈ വിശ്വാസത്തിൽ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈശോ ഒരുപാട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്, ഞാൻ ആരാണ് നിനക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകമേകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവരുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും പിതാവ് മനസ്സിലേക്കുമായ അവിടുന്ന് വഴി സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം
ആരാധിക്കപ്പെടുന്നവനും ശ്രദ്ധിക്കപ്പെടുന്നവനും പ്രവാചകനും സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരോടൊപ്പം വരാനിരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആധുനിക കാലത്തിൻ്റെ ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ട സഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഭയുടെ പ്രതീക്ഷകളാണ്. അവരെല്ലാം ഈശോയുടെ കൂടെ, സഭയോട് കൂടെ ആയിരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുമക്കളെയും നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പഠിക്കുവാനായിട്ടുള്ള കഴിവ് എല്ലാവർക്കും ലഭിക്കണേ. ഈശോയുടെ നാമം മഹത്വപ്പെടുന്നവരായി അവരെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പനെയും അമ്മേനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിലുള്ള എല്ലാ അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും പ്രായമായവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ കുറേ പേര് രോഗികളായിട്ടുണ്ട്. നമുക്കറിയാം, യുവാക്കളും അതുപോലെ തന്നെ കുട്ടികളുമാണ് നമ്മുടെ നാട്ടിൽ രോഗികളായിക്കൊണ്ടിരിക്കുന്നത്. ആശ്ചര്യകരമാണ് എന്നൊക്കെ പറയുന്നു. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഈ നിമിഷം. അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ വീട്ടുകാരൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. ലോക്ക്ഡൗൺ ചില സ്ഥലത്തുണ്ട്. അവർക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിയില്ല, മാസങ്ങളായിട്ട് ജോലിയില്ല, അങ്ങനെ കഴിയുന്നവരുണ്ട്. അവർക്ക് വാടക കൊടുക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, നമ്മളൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ഒന്നും പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ ഈശോ അവരെ കാണുന്നുണ്ട്. നമുക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും മരണമടഞ്ഞു പോയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിടക്ക് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായത് നമുക്കറിയാം. മൂന്നാറിലെ സ്ഥലത്ത് അവരെ ഒന്ന് ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, ആ കുടുംബങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, അതോടൊപ്പം ആ കുഞ്ഞുമക്കളെയൊക്കെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആത്മാക്കൾക്ക് നിത്യവിശ്രാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കൊറോണ വൈറസിൻ്റെ സമയത്ത് ഈ കാലഘട്ടത്തിൽ മരിച്ച എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അതോടൊപ്പം തന്നെ ആത്മായ പ്രേക്ഷിതരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്കെല്ലാം നിത്യവിശ്രാന്തി നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എല്ലാം നന്ദിയുടെ നാഥമായ ദൈവമേ, ചിന്തകളും എല്ലാ ചെയ്തികളും ചിന്തകളും എല്ലാ ചെയ്തികളും ചിരകാലമായുള്ള മോഹങ്ങളും ചേർത്ത് വെച്ചുള്ളൊരു താലവുമാ ചാരേ വരും സഹോദരങ്ങളെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അവിടുത്തെ തിരുസമുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് പരിശീലിക്കുമാറാട്ടെ. പിതാവായ ദൈവമേ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുപ്പിൻ്റെ ജനതയെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയെടുത്തുവല്ലോ. അങ്ങേ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവ്വം അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. ശക്തികന്മാരും ധന്യരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടിശ്രുതിക്കുന്നു. അവരുടെ ഗാനത്തോടെ ഞങ്ങളുടെ ലേശ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞ മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുപോലേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഉറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പിലേക്ക് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും
അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്രീയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും ഉന്നയിക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് തിരിച്ചാൽ മാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം ഞങ്ങളെ ഫലമണിയിക്കുകയും കാരുണ്യപൂർവ്വം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാറ്റിലും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമുക്ക് നമ്മളെല്ലാവരും കാത്തിരുന്ന ആരൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ വിജയികളെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം, കേൾക്കാം ആരൊക്കെയാണെന്ന്. ഒരുപാട് പേരുണ്ട്. അതിൽ കുറച്ച് പേർ ശരി ഉത്തരം അയച്ചവരുടെ പേരുകൾ ഇപ്പോൾ ലിയാൻഡ്രോ സാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അനിയ മരിയ ലിയാൻ, ആഹാ സ്റ്റെൻസൺ, നാഷണൽ ഡോണൽ,
Daniel, Arya Grace, Abelin Irene, Andrea Elizabeth George. Second standard, Joshua, Carolyn, Rayhan, Serena Grace, Miriam Mercy. Third standard, Alona Joseph Emmanuel Anthony. Fourth standard, Abden Mark Leanne, Anaya Maria Johnson, Catherine Teresa Sommer, Manu Anthony Bensel, Fernando Fermin, Shia Augustine, Nia Vincent, Lijo Martin. Fifth standard, Joseph Levin, Kevin Francis, Alvin M. Binoy, Michael Benjamin, Ethan Joe, Amala Rose Seren, Ria Maria Renish, Sarah Maria Thomas, Adeline Peter, Yvonne Christopher. Sixth standard, Eva Martin, Nina Philomena, Evelyn K. Shaju, Renita, Andrea, Fiona Joseph, Ashen Wilson, Elaine Augustine. Seventh standard, Feby Maria, Ivania Christopher, Joanne, Emmanuel, Antonio, Ryan Varghese, Aldrin Cristiano, Stigen. Eighth standard, Arshit, Agnes, Sneha, Adrina, Cecilia. Ninth standard, Siona Shabu, Anne Maria C.M., Sania Lewis, Adrian Anthony. 10th B, Emma Martin, Rosemary Peter, Ephraim Telvin, Emmanuel Christie. 11th standard, Joel Varghese, Amit Emmanuel, Savio Joseph Lewis, Ronnie Sebastian, Donna K. Anthony, Sneha Elizabeth, Alan Xavier, Naval P. Anthony, Joel Thomas. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. വളരെ പ്രത്യേകിച്ച് മതാധ്യാപകർക്കും അതോടൊപ്പം മാതാപിതാക്കൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും തീക്ഷ്ണതയ്ക്കും നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്ഥിരം നമ്മൾ കേൾക്കുന്ന കുറേ പേരുകളുണ്ട്, അവരെല്ലാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. അവരെല്ലാം നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നു. അവർക്കെല്ലാം ഈശോ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ജീസസ് യൂത്തിലെ യുവാക്കൾ ചില കോമ്പറ്റീഷൻസ് ഈ ദിവസങ്ങളിലേക്ക് നടത്തുന്നുണ്ട്. നിങ്ങളുടെ വാട്സപ്പിലേക്ക് അതിൻ്റെ സന്ദേശങ്ങളൊക്കെ എത്തിക്കാനും അതിലും പങ്കെടുക്കുക. ഇന്ന് ഡ്രോയിങ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അതിൽ വരയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീസസ് യൂത്തിലെ മെമ്പേഴ്സിനുമായിട്ട് കോൺടാക്ട് ചെയ്ത ഒരു ഡീറ്റെയിൽസ് തരും. അതിൽ പങ്കെടുക്കുക. ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളും നിങ്ങൾക്ക് പിന്നീട് അവർ തരുന്നതായിരിക്കും. ഇവർക്ക് നന്ദി. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഒരുപാട് നന്ദി. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 11ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ കുടുംബാംഗങ്ങളടക്കം ഓരോ വചനഭാഗത്തിൻ്റെയും സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് വീഡിയോ എടുത്ത് അവരുടെ അധ്യാപികയെ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. വളരെ പ്രത്യേകിച്ച് കുടുംബം ഒരുമിച്ച് ചെയ്യുന്ന ഈശോയുടെ ഒരു പ്രഘോഷണമായിട്ട് അത് മാറുന്നുണ്ട്. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മതാധ്യാപകർ കൊടുക്കുന്ന ചെറിയ ചെറിയ വർക്കുകളുണ്ട്. അവരെത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ചിലർ പടങ്ങളൊക്കെ വെട്ടി ഒട്ടിച്ച്, അതുപോലെ തന്നെ പരിശുദ്ധാരൂപിയുടെ വരങ്ങളും കൂദാശികളും അതൊക്കെ എല്ലാം അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഒട്ടിച്ച് അതിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തുകൊണ്ട് മതാധ്യാപകർക്കൊക്കെ വിടുന്നുണ്ട്. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഈ ദിവസങ്ങളിൽ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാർട്ടൂൺ പോലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന മതാധ്യാപകർ അതുവഴി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. അവരെല്ലാം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡിഗ്രി ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ പ്രത്യേകിച്ച് അവർ തന്നെ അവർക്ക് നൽകേണ്ട മെസ്സേജുകൾ കാർട്ടൂണുകളായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മതാധ്യാപകർ ഡെയിലി സെയിൻസ് അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു.
ആർക്കെങ്കിലും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചാൽ അവരതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഓരോ ദിവസവും വിശുദ്ധരെക്കുറിച്ചുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള വിവരണങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്ത് നൽകുന്നുണ്ട്. ആ ടീച്ചേഴ്സിനെല്ലാം അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാനായിട്ട്. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങൾ മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ ഒരുപാട് അനുഗ്രഹിക്കുന്ന ദിവസമായി മാറട്ടെ. ഇന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.